ഇനി ജോലിക്ക് ഒരുപാട് ടൂൾസിന്റെ ആവശ്യമില്ല. മൾട്ടിപർപ്പസ് ആയിട്ടുള്ള കിഡിലനായിട്ടുള്ള ഒരു ഐറ്റം കിട്ടിയിട്ടുണ്ട്. നോർമൽ ഡ്രില്ലായും ഹെവി ഹാമർ ഡ്രില്ലായും സ്ക്രൂ ഡ്രൈവറായും എല്ലാം വീട്ടിലെ ആവശ്യത്തിനും ജോലി ആവശ്യത്തിനും എല്ലാം ഉപയോഗിക്കാവുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റം നല്ലൊരു ഓഫറിൽ കിട്ടിയപ്പോൾ അത് നിങ്ങളെ കൂടി കാണിക്കുന്നതിനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഹമീദ് ഓർബിറ്റ്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഓൺ ചെയ്ത് വെക്കുക. ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുക. സാധാരണ ഡ്രില്ല് ഉപയോഗിച്ചിട്ട് ജോലി ചെയ്യുന്നവർ തുളക്കുന്നതിന് ഒരു മെഷീന്, അതുപോലെ സ്ക്രൂ ചെയ്യുന്നതിന് മറ്റൊരു മെഷീന്, ഹാമറിങ്ങിന് വേറൊരു മെഷീന്, അങ്ങനെ പല രീതിയിലുള്ള മെഷീനുകൾ മാറ്റി മാറ്റി ഉപയോഗിച്ച് ബുദ്ധിമുട്ടി, അതുപോലെ തന്നെ ഇത് കൊണ്ടു നടക്കുവാനുള്ള ബുദ്ധിമുട്ട് അത് വേറെ, അത്തരത്തിലുള്ള പ്രയാസങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റിയ രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റാണിത്. ഇത് ഒരേ മെഷീനിൽ തന്നെയാണ് നമുക്ക് ഇതെല്ലാ ഉപയോഗങ്ങളും നടക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കിടിലൻ ഐറ്റമാണ് ഇന്ന് ഞാൻ നിങ്ങളെ അൺബോക്സ് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. എലക്ട്രോ എന്ന കമ്പനിയുടെ ELID 13 എന്ന മോഡൽ നമ്പറിലുള്ള ഇമ്പാക്ട് ഡ്രില്ലാണ് ഇത്. ഇനി നമുക്കിതിൻ്റെ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്നും ഇത് എങ്ങനെ ഉപയോഗിക്കാമെന്നും വളരെ വിശദമായിട്ട് തന്നെ നമുക്ക് പരിശോധിക്കാം. ഇതിൻ്റെ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് ലഭിക്കുന്നത് ഇംഗ്ലീഷിലുള്ള ഒരു യൂസർ മാനുവലാണ്. ഇതിൻ്റെ ഉപയോഗക്രമങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം വളരെ വിശദമായിട്ട് തന്നെ അതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നോക്കി വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് വളരെ നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അടുത്തതായിട്ട് നമുക്ക് ലഭിക്കുന്നത് ഒരു ഹാൻഡിലാണ്. അത് നമ്മുടെ ഡ്രില്ലിൽ പിടിപ്പിക്കുവാനുള്ളതാണ്. ഇത് പിടിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ വളരെ എളുപ്പമായിരിക്കും. അടുത്തതായി നമുക്ക് ഇതിൽ നിന്നൊരു ചെറിയ സ്റ്റിക്ക് കിട്ടുന്നുണ്ട്. അതിൻ്റെ ഉപയോഗം എന്താണെന്ന് ഞാൻ വഴിയെ കാണിച്ചു തരാം. ഇനി നമുക്ക് ഡ്രില്ല് പുറത്തേക്ക് എടുക്കാം. ഡ്രില്ല് നന്നായിട്ട് പാക്ക് ചെയ്തിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അത് നമുക്ക് പാക്കിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, വളരെ മനോഹരമായ എന്നാൽ നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു ഡ്രില്ല് തന്നെയാണിത്. ഇതിന് നമ്മൾ മുടക്കുന്ന വിലക്കനുസരിച്ചിട്ടുള്ള ഒരു ബിൽഡ് ക്വാളിറ്റി ഒക്കെ ഇത് കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ ഈ ചക്ക് ലൂസ് ചെയ്തിട്ട് അതിലേക്ക് ബിറ്റ് കണക്ട് ചെയ്ത് വെക്കുവാൻ ആവശ്യമായിട്ടുള്ള ടൂള്, അതായത് ഇതിൻ്റെ കീ ഇതിൻ്റെ കൂടെ തന്നെയുണ്ട്. അത് ഈ കേബിളിലാണ് ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ പവർ സപ്ലൈ എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ 230 വോൾട്ട് നമ്മുടെ വീട്ടിലും സ്ഥാപനങ്ങളിലും ഒക്കെയുള്ള സാധാരണ സോക്കറ്റുകളിൽ ഉപയോഗിക്കാൻ പറ്റും. ഇതിൻ്റെ സൈഡിലുള്ള ലേബലിൽ അതെല്ലാം പറഞ്ഞിട്ടുണ്ട്. 230 വോൾട്ട് AC-യിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. അതുപോലെ മറ്റ് സ്പെസിഫിക്കേഷൻ എല്ലാം അതിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സ്വിച്ചിൻ്റെ ഭാഗം സാധാരണ ഡ്രില്ലുകളിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇതിൽ ഒരുപാട് ഫംഗ്ഷനുകൾ വേറെയുണ്ട്. ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന ലിവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നതിനനുസരിച്ച് ഇത് ഫോർവേഡ് റിവേഴ്സ് ഒക്കെ വർക്ക് ചെയ്യുന്നതാണ്. പിന്നെ ഇതിൽ മറ്റൊരു നോബ് കൂടിയുണ്ട്. ഇത് നമുക്ക് തിരിക്കാവുന്ന രീതിയിലുള്ളത്. അത് നമുക്ക് ഇതിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണ്. ഇത് നമ്മൾ സ്ക്രൂ ഡ്രൈവറായിട്ടൊക്കെ ഉപയോഗിക്കുമ്പോൾ വളരെ ചെറിയ സ്പീഡിൽ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്കിത് ഏറ്റവും മിനിമം ആക്കി വെക്കാൻ പറ്റും. അതുപോലെ ഡ്രില്ലിങ് ആവശ്യങ്ങൾക്ക് നല്ല സ്പീഡിൽ കറങ്ങേണ്ടതായിട്ടും വരും. അപ്പോൾ നമുക്കത് ഫുള്ളാക്കിയിട്ടും വെക്കാൻ പറ്റും. എന്നിട്ട് സ്വിച്ച് അമർത്തിയാൽ മതി. പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് നോർമൽ ഡ്രില്ലിങ്ങിനായിട്ട് ബിറ്റിൻ്റെ ചിഹ്നമുള്ള ഒരു ഭാഗം കാണാം. അവിടെ നമ്മൾ പ്രസ് ചെയ്ത് വെച്ചാൽ നോർമലായിട്ടുള്ള ഡ്രില്ലിങ് ആവശ്യങ്ങൾ നമുക്ക് നടത്താൻ പറ്റും. പിന്നെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഇതേപോലെ ഒരു ബട്ടൺ നിങ്ങൾക്കിവിടെ കാണാം. അവിടെ ഒരു ഹാമറിൻ്റെ ചിഹ്നമുണ്ട്. ആ ഭാഗം നമ്മൾ പ്രസ് ചെയ്ത് വെച്ചാൽ നോർമൽ ഡ്രില്ലിങ് ഓഫായിട്ട് പിന്നെ ഹാമറിങ് ഡ്രില്ലിംഗ് ആണ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് കോൺക്രീറ്റും മറ്റുമൊക്കെ തുളക്കുന്നതിന് ഹാമറിങ് ആക്ഷനോട് കൂടിയിട്ട് ഡ്രില്ല് ഉപയോഗിക്കാൻ പറ്റും. ഇനി നമുക്ക് ഇതിൻ്റെ ഹാൻഡിൽ ഈ ഡ്രില്ലിൽ കണക്ട് ചെയ്ത് വെച്ചിട്ട് ഉപയോഗിച്ച് നോക്കാം. ഹാൻഡിലുള്ള നെറ്റ് ലൂസ് ചെയ്തിട്ട് ഇതുപോലെ ഡ്രില്ലിൻ്റെ പ്ലാസ്റ്റിക് ബോഡിയിലേക്ക് കടത്തി വെച്ചിട്ട് അത് ഒന്ന് ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഹാൻഡിൽ അവിടെ ഉറച്ചു നിന്നോളും. ഇപ്പോൾ നമ്മുടെ മെഷീൻ ഒന്നുകൂടി യൂസർ ഫ്രണ്ട്ലി ആയി. ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത് പോലെ പിടിച്ചിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് വളരെ സൗകര്യപ്രദമായി പവർഫുൾ ആയിട്ട് ഈ മെഷീൻ ഉപയോഗിക്കാൻ പറ്റും. ഇനി നമുക്ക് ചക്കിൻ്റെ കീ ഉപയോഗിച്ച് ചക്ക് ലൂസ് ചെയ്ത് അതിലേക്ക് ബിറ്റ് കണക്ട് ചെയ്ത് വെക്കാം. ഇത് നിങ്ങൾക്കിവിടെ കാണാം, വളരെ ചെറിയ ബിറ്റ് മുതൽ 13 mm വരെയുള്ള ബിറ്റുകൾ നമുക്കിതിൽ ഉപയോഗിക്കാൻ പറ്റും. സാധാരണ ചെറിയ ഡ്രില്ലുകളൊക്കെ 10 mm ബിറ്റുകൾ മാത്രമാണ് ഉപയോഗിക്കാൻ പറ്റുക. ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത് പോലെ നമുക്ക് ആവശ്യമുള്ള ബിറ്റിന് അനുസരിച്ച് ചക്ക് ലൂസ് ചെയ്തിട്ട് അതിലേക്ക് ബിറ്റ് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഒരു 6 mm കോൺക്രീറ്റ് ബിറ്റാണ് ഇതിലേക്ക് കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അത് നമുക്ക് ഈ കീ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇങ്ങനെ നമ്മുടെ ആവശ്യാനുസരണം കോൺക്രീറ്റ് ബിറ്റുകളോ വുഡൻ ബിറ്റുകളോ മെറ്റൽ ബിറ്റുകളോ ഒക്കെ കണക്ട് ചെയ്ത് വെച്ചിട്ട് നോർമൽ ഡ്രില്ലായിട്ടോ ഹാമർ ഡ്രില്ലായിട്ടോ ഒക്കെ ഉപയോഗിക്കാം. അതുപോലെ തന്നെ സ്ക്രൂ ഡ്രൈവറിൻ്റെ ബിറ്റുകൾ കണക്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് സ്ക്രൂ ഡ്രൈവറായിട്ടും ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് സപ്ലൈ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വർക്കിംഗ് ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മൾ പ്രസ് ചെയ്യുന്നതിനനുസരിച്ചാണ് ഇതിൻ്റെ സ്പീഡ്. നമ്മൾ ചെറുതായിട്ട് പ്രസ് ചെയ്യുന്നുള്ളെങ്കിൽ ചെറിയ സ്പീഡിൽ ഇപ്പോൾ ഈ കാണുന്നത് പോലെ വർക്ക് ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് സ്പീഡ് കൂട്ടണമെങ്കിൽ ഇതൊന്ന് അമർത്തി പ്രസ് ചെയ്താൽ മതി. പിന്നെ ഇതിൻ്റെ ലിവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ ഈ കാണിക്കുന്നത് പോലെ നീക്കുന്നതിനനുസരിച്ച് ഇത് ഫോർവേഡായിട്ടും റിവേഴ്സായിട്ടും വർക്ക് ചെയ്യും.
ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ് ഈ ലിവർ മാറ്റുന്നതിനനുസരിച്ച് വലത്തോട്ടും ഇടത്തോട്ടും ഇത് തിരിയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആവശ്യാനുസരണം ഇത് പ്രത്യേകിച്ചും സ്ക്രൂ ചെയ്യുന്ന സമയങ്ങളിലാണ് നമുക്ക് ഫോർവേഡ് റിവേഴ്സ് ആവശ്യം വരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് വേണ്ട ദിശയിലേക്ക് ഇതിനെ തിരിക്കാൻ പറ്റും. ഈ റൗണ്ട് ബട്ടൺ ഉപയോഗിച്ച് ഡ്രില്ലിന്റെ സ്വിച്ച് ഓൺ ചെയ്ത് വെച്ച് ലോക്ക് ചെയ്ത് വെക്കാനും പറ്റും. ഇനി ഇതിന്റെ കൂടെ ലഭിച്ചിരിക്കുന്ന സ്റ്റിക്ക് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് കാണിക്കാം. അത് ഈ ഹാൻഡിലിൽ ഒരു ഭാഗം നിങ്ങൾക്കിവിടെ കാണാം. അതിനകത്തു കൂടി കടത്തി വെച്ചാൽ മതി. ഇതിന്റെ ആ വണ്ണം കുറഞ്ഞ ഭാഗം മുന്നിലേക്കാക്കിയിട്ട് ഇതുപോലെ തള്ളി വെക്കുക. അപ്പോൾ നമ്മൾ ഈ ഡ്രില്ല് ഉപയോഗിച്ചിട്ട് ഹോൾ അടിക്കുമ്പോൾ ആ ഹോള് എത്ര ആഴത്തിൽ വേണമെന്ന് നമുക്ക് ഈ ഒരു സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് ക്രമീകരിക്കാൻ പറ്റും. അതായത് നമ്മൾ ഈ സ്റ്റിക്ക് ക്രമീകരിച്ച് വെച്ചിരിക്കുന്ന ആഴത്തിൽ ഹോളായി കഴിഞ്ഞാൽ ഇത് വാളിൽ തട്ടും. അപ്പോൾ നമുക്ക് ഡ്രില്ല് ഓഫ് ചെയ്ത് ഹോൾ അടിക്കുന്നത് നിർത്താൻ പറ്റും. ഇതുപോലെ എല്ലാത്തരം ബിറ്റുകൾ ഉപയോഗിക്കുമ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് 13 mm ബിറ്റാണ്. അതായത് ഈ മെഷീനിൽ ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും വലിയ ബിറ്റ്. ഇതിൻ്റെ ചക്ക് പൂർണ്ണമായിട്ടും ലൂസൻ ചെയ്ത് വെച്ചിട്ട് അതിലേക്ക് കടത്തി വെച്ചാൽ മതി. അതുപോലെ തന്നെ സ്ക്രൂ ഡ്രൈവറിൻ്റെ സാധാരണ ബിറ്റുകളും എല്ലാം ഇതിൽ ഉപയോഗിക്കാം. ഇപ്പോൾ ഞാൻ ഈ എടുത്തിരിക്കുന്ന സ്ക്രൂ ഡ്രൈവറിലുള്ള സ്റ്റാറും ഫ്ലാറ്റും ഉപയോഗിക്കാൻ പറ്റുന്ന ഇതുപോലത്തെ ബിറ്റ് ഉപയോഗിച്ചിട്ട് നമുക്കിത് ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യിക്കാൻ പറ്റും. ഇതുപോലത്തെ ഹെവി ആയിട്ടുള്ള ഹാമർ ഡ്രില്ലുകളിൽ സ്ക്രൂ ഡ്രൈവറായിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്നും പലർക്കും ഇപ്പോഴും സംശയമുണ്ടാവും. എന്തായാലും അത് ഞാനൊന്ന് കാണിച്ചു തരാം. ഇതിലേക്ക് ഇപ്പോൾ ഞാൻ സ്ക്രൂ ഡ്രൈവറിൻ്റെ ബിറ്റ് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഫുള്ളായിട്ട് മുറുക്കിയിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ആവശ്യമുള്ള സ്പീഡിൽ ഇത് ഉപയോഗിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ കാണുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ബട്ടൺ ഞെക്കുന്നതിനനുസരിച്ചാണ് ഇതിൻ്റെ സ്പീഡ് ഉണ്ടാവുക. അതിൽ തന്നെ നമുക്ക് സ്ക്രൂ ഡ്രൈവറായിട്ട് ഉപയോഗിക്കുന്നതിന് ഇത് ഏറ്റവും മിനിമം സ്പീഡിലേക്ക് നമുക്ക് തിരിച്ച് കുറച്ച് വെക്കാനും പറ്റും. ഇപ്പോൾ ഫോർവേഡ് റിവേഴ്സ് ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാനിവിടെ നല്ലൊരു തടി കഷ്ണം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ഡ്രൈവാൾ സ്ക്രൂ വളരെ സിമ്പിളായിട്ട് മുറുക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ അഴിച്ചെടുക്കാനും പറ്റുന്നുണ്ട്. ഇനി ഞാൻ നല്ല നീളമുള്ള ഒരു സ്ക്രൂ എടുത്തിട്ടുണ്ട്. അതും നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ സ്ക്രൂ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ അഴിച്ചെടുക്കാനും പറ്റുന്നുണ്ട്. അതായത് ഒരു ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ട് ചെയ്യാവുന്ന പരമാവധി കാര്യങ്ങൾ ഈ മെഷീൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. 2900 RPM 650 വാട്ട് പവറുമുള്ള ഈ അടിപൊളി ഉപകരണം വളരെ നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്. 3100 രൂപ MRP ഉള്ള ഈ ഉപകരണം വെറും 1690 രൂപക്കാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത്. ഇതിന്റെ ഇപ്പോഴത്തെ ഓഫറുകളും വിലയും എല്ലാം അറിയുന്നതിനും ഈ ഉപകരണം നിങ്ങൾക്ക് കൊറിയറായിട്ട് ലഭിക്കുന്നതിനും ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോകൾ കാണുന്നതിനും ഇത്തരം ഉപകരണങ്ങൾ ഓൺലൈനായിട്ട് ലഭിക്കുന്നതിനുമൊക്കെയുള്ള ലിങ്കുകൾ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ഇതുപോലെ വളരെ വ്യത്യസ്തമായ പവർ ടൂൾസുകളുടെ വീഡിയോകൾ ഇനിയും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കുക. അത് നമുക്ക് പിന്നീട് ചെയ്യാവുന്നതാണ്. നമ്മുടെ തുടർന്നുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. വീഡിയോയിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ ചോദിക്കാൻ മടിക്കരുത്. താങ്ക്